വീണ്ടും വീണ്ടും അമ്മയെ കാണാൻ അത്യാഗ്രഹം കൊണ്ട് വീണ്ടും കയറി വരുന്നു. വിചാരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അപ്പൊ അത് നമ്മൾ വിചാരിച്ച കാര്യം നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം വന്നു, അത് നടന്നു. അപ്പൊ ഈ വർഷം വന്നത് ഇനിയിപ്പോ അടുത്ത ഇതിലോട്ട് നീങ്ങുന്നുണ്ട്. എളുപ്പുറത്താണ്. അത് തന്നെയാണല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ പ്രാവശ്യം ആള് കൂടുതലുമാണ്. പൊങ്കാല ഇടാനൊക്കെ ഭക്തജനങ്ങൾ കൂടുതലുമാണ് അല്ലേ. വേങ്കേവല അമ്മയുടെ മഹാ അന്നദാനമാണ് നടന്നത്. മറ്റേ മഹാ അന്നദാനം. കാരണം നിങ്ങൾ ക്യൂ നോക്കുമ്പോൾ അറിയാം, ലക്ഷമാണ് കിടക്കുന്നത്. എല്ലാവർക്കും പായസം കൂട്ടിയുള്ള അന്നദാനമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ സദ്യ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. നമ്മുടെ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് പൊങ്കാല മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങളും അതിൻ്റെ ക്രമീകരണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. വളരെ നല്ല രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഞങ്ങൾ ഉദ്ദേശിച്ചേക്കാളും കൂടുതൽ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതായത് ഉത്സവത്തിൻ്റെ 15-ാം തീയതി കൊടിയേറിയത് മുതൽ ഇന്ന് 22-ാം തീയതി വരെയും നല്ല രീതിയിലുള്ള തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. അത് പൊങ്കാലയിടാൻ വരുന്ന സ്ത്രീ ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാതെ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ക്ഷേത്ര കമ്മിറ്റിയുടെയും വോളണ്ടിയർമാരുടെയും ഭാഗത്തുനിന്ന് ചെയ്തു കഴിഞ്ഞു. ഐശ്വര്യ ദേവതയെ അഭയം തരണം. പറയുമ്പോൾ മോക്ഷത്തിൻ പ്രഭ തൂകുമെന്നമ്മേ. ആത്മസുഖവും ആത്മദയയും അഭിഷേകമായി പകരുമമ്മേ. ആമോദവും ഐശ്വര്യവും ആവോളമായി പകരുമമ്മേ. എൻ സ്നേഹലയമെൻ ഭാവലയമെൻ ഭക്തിലയം നിറയുമുറമൃതം. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണമടിയരിലെന്നും. ഐശ്വര്യ ദേവതയെ അഭയം തരണം. അതെ, ഞാൻ കഴിഞ്ഞ വർഷവും ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനേക്കാളും കൂടുതൽ ആൾക്കാരാണ്. അപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ കൂടി വരുന്നതാണ് ഈ അമ്പലത്തിൻ്റെ ഒരു പ്രസക്തിയും കൂടി. എന്നുവെച്ചാൽ ഞാൻ 2-3 വർഷമായിട്ട് അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിവിടെ തൊഴാനായിട്ട് വരാറുണ്ട്. കഴിഞ്ഞ പൊങ്കാലയിലും ഇവിടെ പങ്കെടുക്കാൻ നമുക്ക് ദേവിയുടെ അനുഗ്രഹം കിട്ടിയായിരുന്നു. അപ്പോൾ ഈ പൊങ്കാലയിലും കുടുംബത്തോട് വരാനുള്ള ഒരു അനുഗ്രഹം കിട്ടി. അപ്പോൾ കഴിഞ്ഞ പൊങ്കാലയേക്കാളും കൂടുതൽ നമ്മൾ വരുമ്പോൾ തന്നെ അറിയാം, റോഡുകളിലേക്ക് കൂടുതലായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വസിക്കുന്ന കാര്യങ്ങൾ വിശ്വസിച്ചതുപോലെ നടക്കുക എന്നുള്ള സങ്കല്പമാണ് അമ്പലത്തെ സംഭവിച്ചിടത്തോളം. അതുകൊണ്ട് ആൾക്കാർ കൂടുതൽ വരുന്നുണ്ട്. ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരന്മാരുടെ മുഖ്യമായ ധാർമ്മികത്വത്തിൽ ഭണ്ഡാരാടത്തിൽ ഇതാ തീ പകർന്നിരിക്കുകയാണ്. നാട്ടുകാരുടെയും മുഖ്യമായ ധാർമ്മികത്വത്തിൽ ഈ ചടങ്ങുകൾ നടക്കുകയാണ്. ജനങ്ങൾ കാത്തിരുന്ന മുഹൂർത്തത്തിലേക്ക് ഭണ്ഡാരടുപ്പിൽ നിന്നും തിരി തെളിയിച്ചിരിക്കുകയാണ്. പേങ്കമല ഭഗവതിയുടെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവമാണ്. ഭണ്ഡാരടുപ്പിൽ നിന്നും തീ കൊളുത്തി ജനങ്ങളുടെ അല്ല എങ്കിൽ പുറത്തേക്ക് ഭക്തലക്ഷങ്ങളുടെ അടുപ്പിലേക്ക് ഇതാ തീ പടരുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയേറെ ആൾക്കാർ അല്ലെങ്കിൽ സ്ത്രീജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഇത് തന്നെയാണ്, ഈ പൊങ്കാല തന്നെയാണ് നമുക്ക് ഈ വേങ്കമല കാണാൻ കഴിയുന്നത്. അതായത് ഇത് മാത്രമല്ല, ഈ ക്ഷേത്ര പറമ്പിൽ മാത്രമല്ല, റോഡ് സൈഡിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് ഭക്തജന. പറമ്പിൽ പൊങ്കാലയിടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊട്ടടുത്തടുത്താണ് അടുപ്പുകളുള്ളത്. ഇരുഭാഗത്തുള്ള ചൂട്ടും പുതുപ്പും അത് വാരി വിതറിയിടരുത്. എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങൾ വളരെ വേഗമല ഭഗവതി ക്ഷേത്ര സന്നിധിയിലെ സമൂഹ പൊങ്കാല ആരംഭിച്ചിരിക്കുന്നു.
പറയാം, ദേവീ മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ട് ഭക്തജനങ്ങൾ അല്ലെങ്കിൽ സ്ത്രീ ജനങ്ങളൊക്കെ വളരെ ആദരവോടുകൂടി ഭക്തി ആദരവോടുകൂടി ഈ പൊങ്കാലയിടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് സ്ത്രീകളുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ക്ഷേത്രപ്പറമ്പ് അല്ലെങ്കിൽ ഈ റോഡും ഒക്കെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഈ വേങ്കമല ക്ഷേത്രത്തിന് മുന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു കുറവ് മന്ദിരം വരാതിരിക്കുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും അല്ലേ? അപ്പൊ എന്താണ്, എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ പൊതുവിൽ? ഇവിടെ ഭയങ്കര തിരക്കാണ്. നമ്മൾ 30 വർഷം കൊണ്ട് ഇങ്ങനെ ഇവിടെ ചെമ്പ് പായസം 3, 4, 2 ഇങ്ങനെ ഇടാറുണ്ട്. ഹിന്ദു ഐക്യവേദിയുടെ പേരിലാണ് നമ്മൾ പോടിക്കുണത്തുള്ള പാർട്ടി. ഞങ്ങൾ പോടിക്കുണം 15-ാം തീയതി വെള്ളിയാഴ്ച കാവിൽ നിന്നും കൊടിയേറ്റം ആരംഭിച്ചത് മുതൽ ഈ നിമിഷം വരെ ഈ ക്ഷേത്ര സന്നിധിയിൽ ഭക്തജനങ്ങളുടെ അനുദിനം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്ര സന്നിധിയിൽ പങ്കെടുത്തു. മാത്രമല്ല അന്ന് മുതൽ ഇന്ന് വരെയുള്ള അന്നദാനത്തിൽ പോലും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ്. മറ്റു കാലങ്ങളിൽ തന്നെ 2024 ഈ വേങ്കമല ഭഗവതി ക്ഷേത്രത്തിലെ ഈ ദേശീയ മഹോത്സവം എന്തുകൊണ്ടും പ്രാധാന്യമർഹിക്കുന്നത് മാത്രമല്ല, സർവമത തീർത്ഥാടന കേന്ദ്രം എന്നുള്ള ആ പേരും പെരുമയും ഈ നാടിൻ്റെ ഐശ്വര്യമായി തന്നെയാണ് നിലനിൽക്കുന്നത്. എല്ലാ സ്ത്രീ ഭക്തജനങ്ങൾക്കും വേങ്കല അമ്മയുടെ അനുഗ്രഹം നേർന്നുകൊണ്ട് പൊങ്കാല സുരക്ഷിതമായി എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അഭിമാനപൂർവമായ മുഹൂർത്തമാണ് ഇന്ന് പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത് നിവാസികളെ സംബന്ധിച്ചിടത്തോളം. ഗ്രാമപഞ്ചായത്തിൻ്റെ ദേശീയോത്സവമായിട്ടാണ് വേങ്കമല മഹോത്സവം ആഘോഷിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് മാസം 15 മുതൽ ഇന്ന് മാർച്ച് 22-ാം തീയതി വരെ നടക്കുന്ന ആഘോഷത്തിൻ്റെ ഭാഗമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രം സന്ദർശിച്ചത്. ഇന്ന് 22-ാം തീയതി മഹാപൊങ്കാലയാണ് രാവിലെ നടന്നത്. പണ്ടാരടുപ്പിൽ തീ പകർന്നുകൊണ്ട് പൊങ്കാല മഹോത്സവം ആരംഭിച്ചു കഴിഞ്ഞു. നിരവധി വിശിഷ്ട ആൾക്കാരുടെ സാന്നിധ്യം ഈ ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായി ഇന്നുണ്ടായിട്ടുണ്ട്. പ്രധാനമായും തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രാജമാണിക്യം സാറ്, അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയുടെ SP ആയ നിശാന്തി മാഡം ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് ഇന്ന് പൊങ്കാല മഹോത്സവം നടത്തിയത്. അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നാട്ടുകാരുടെയൊക്കെ ഒരു സഹകരണം? എങ്ങനെയാണ്? നാട്ടുകാരെല്ലാവരും ഒരേ മനസ്സോടുകൂടിയാണ് ഈ അമ്പലത്തിൽ വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അതിനു മുമ്പ് വരെ ഇത് വേങ്കമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ മാത്രമായിരുന്നു അറിവുണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങളിവിടെ നിരന്തരം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഇവിടെ വരികയും ഏറ്റവും നല്ല രീതിയിൽ അമ്പലവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കൂടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടുകാരെല്ലാവരും ഒറ്റ മനസ്സോടുകൂടിയാണ് ഈ ഒരു വെള്ളിയാഴ്ച തുടങ്ങി പിറ്റേ വെള്ളിയാഴ്ച വരെ നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വേങ്കമല അമ്മയുടെ മഹാ അന്നദാനമാണ് നടന്നത്. മഹാ അന്നദാനം. കാരണം നിങ്ങൾ ക്യൂ നോക്കുമ്പോൾ അറിയാം, ലക്ഷമാണ് കിടക്കുന്നത്. എല്ലാവർക്കും പായസം കൂട്ടിയുള്ള അന്നദാനമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ സദ്യ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പരമാവധി ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അതേ രീതി നമ്മൾ നല്ല മനോഹരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. Thank you.
തിരുമണിലെ സമൂഹ പൊങ്കാല നേദ്യ ചടങ്ങുകൾക്ക് ആരംഭമായി.